ലങ്കയുടെ ഇരുട്ടുമൂടിയ ആകാശത്തിനു താഴെ ധർമ്മത്തിനും അധർമ്മത്തിനുമിടയിലെ യുദ്ധം മറ്റൊരു വഴിത്തിരിവിലേക്കാണ് കടക്കുന്നത്. രാമസേനയുടെ ധീരത്വം, രാക്ഷസസേനയുടെ ഭീകരത, രണ്ടും നേരിയൊരു നിമിഷം നിശ്ചലമായത് ഭീഷണിയുടെ മുമ്പൊരുക്കങ്ങൾ പോലെ. ആ നിശ്ചലതയെ തകർക്കാനായിരുന്നു രാവണന്റെ പുതിയ തീരുമാനം: കുംഭകർണനെ ഉണർത്തുക. അവനൊരു യോദ്ധാവായി മാത്രമല്ല, ഒരിക്കലും നിഗ്രഹിക്കാൻ കഴിയാത്ത ഭീകരശക്തിയായി. വിശാലമായ ശരീരത്തിലും വജ്രം പോലെ ഉറച്ച മനസ്സിലും മാമാങ്കം പോലെ മുഖത്തും ദൃശ്യമായിരുന്നു. അസാധാരണമായ ഒരാചാരങ്ങൾക്കൊടുവിലാണ് അദ്ദേഹത്തെ ഉണർത്തിയത്. 4 നൂറ്റാണ്ടുകൾക്കപ്പുറമുള്ള ഉറക്കം കടന്നിറങ്ങി ഭീകരതയുടെ രൂപമായി അവൻ എഴുന്നേറ്റു. അദ്ദേഹം ആദ്യം നോക്കിയതും ചോദിച്ചതും ഭക്ഷണത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ അടുത്ത നിമിഷം തന്നെ രാക്ഷസസേനയുടെ അവസ്ഥ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഉഗ്രഭാവം തെളിഞ്ഞു. രാക്ഷസനാണെങ്കിലും കുംഭകർണനിൽ ഒരു വിവേകമുണ്ടായിരുന്നു. രാവണന്റെ അഹങ്കാരപൂർണമായ നയത്തിൽ നിന്നാണ് ദോഷമുണ്ടായതെന്ന് അദ്ദേഹത്തിനറിയാം. പക്ഷേ സ്വന്തം ജനതയെ സംരക്ഷിക്കേണ്ട കടമയെ മറക്കാനാവില്ലെന്ന ചിന്ത കൊണ്ട് അദ്ദേഹം യുദ്ധം സ്വീകരിച്ചത്. രാവണന്റെ മുന്നിൽ അദ്ദേഹം പറഞ്ഞു, സീതയെ മോചിപ്പിച്ചിരുന്നെങ്കിൽ ഈ കലഹമുണ്ടാകേണ്ടതില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ കർമ്മത്തിൻ്റെ അഭിമാനമായി പോരാടും. രാമസേനയുടെ മുന്നിൽ വന്നപ്പോഴേക്കും ഭൂമി വിറച്ചു നിന്നു. കയറ്റങ്ങൾ തകർന്നു, മരങ്ങൾ പിടഞ്ഞു, കല്ലുകൾ പൊട്ടിപ്പാറിച്ചു. പക്ഷേ അതിനിടയിൽ രാമൻ പ്രതീക്ഷയുടെ പ്രകാശമായി നിലകൊണ്ടിരുന്നു. ഒരു മനുഷ്യനാണെങ്കിലും ദിവ്യതയാൽ നിറഞ്ഞ കർമ്മത്തിൻ്റെ ബലത്തിൽ ഉന്നതനായിരുന്നു രാമൻ. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ശാന്തമായിരുന്നു. വലിയ ശത്രു ഉണർന്നിരിക്കുന്നു, പക്ഷേ നമ്മൾ നീതിന്മേൽ ഉറച്ചിരിക്കുന്നു. അതിനാൽ നമ്മൾ ജയിക്കും. ജാംബവാൻ തൻ്റെ ശബ്ദത്തിൽ പഴക്കത്തെയും ആനുകാലികതയെയും ചേർത്തു പറഞ്ഞു. കുംഭകർണൻ ഒരു മഹാശക്തിയാണ്, പക്ഷെ അവനിലുപരി നീതിയും ധാർമ്മികതയും വലിയവയാണ്. അംഗദൻ, ഹനുമാൻ, നീലൻ എന്നിവർ ചേർന്ന് അത്യുഗ്രമായ പോരാട്ടത്തിൽ കുതിച്ചുകയറി. കൊടുങ്കാറ്റുപോലെയായിരുന്നു കുംഭകർണന്റെ ചുവടുകൾ, ഒരു തലമുറയെ ഒറ്റയടികൊണ്ട് പിടഞ്ഞു വീഴ്ത്തുന്ന ഭീഷ്മശക്തി. പക്ഷേ അവൻ്റെ ദേഹത്തു പതിയുന്ന ഓരോ അമ്പും വാളും കല്ലും ഒരു പുതിയ തുടക്കമായിരുന്നു. അഹങ്കാരം അനശ്വരമല്ല. പോരാട്ടം അത്യുഗ്രമായി നീളുമ്പോൾ ലക്ഷ്മണൻ 10,000 അമ്പുകൾ കൊണ്ടൊരു മാർഗം തുറക്കുമ്പോൾ രാമൻ ആ ദിശയിൽ തൻ്റെ ദിവ്യബാണമെയ്തു. ആ അമ്പ് ഒരൊറ്റ നിമിഷം സമ്പൂർണ്ണ യുദ്ധഭൂമിയെ ശാന്തമാക്കി. അതിൻ്റെ കനലിൽ കുംഭകർണൻ വീണു, വീരത്വത്തോടെ, പക്ഷേ ധർമ്മത്തിനോട് കീഴടങ്ങിയവനായി. ഭൂമിയിലേക്ക് തളർന്നു വീണ ആ വീരൻ്റെ മുറിവുകളിൽ കാണപ്പെട്ടത് അഹങ്കാരത്തിൻ്റെ അധ്വാനവും മനസ്സാക്ഷിയുടെ അതിജീവനവുമാണ്. രാമൻ തലകുനിഞ്ഞു വിനീതമായി. നീ എൻ്റെ ശത്രുവായിരുന്നെങ്കിലും നീ ധീരനാണ്. നിന്റെ വീരത്വത്തെ ഞാൻ ആദരിക്കുന്നു. ആ രാത്രി തകർച്ചയുടെ കനൽ രാവായി. പക്ഷേ അതിൽ തെളിഞ്ഞത് ധാർമ്മികമായ പോരാട്ടത്തിൽ 6 കൈയും ആയുധങ്ങളുമുള്ള യോദ്ധാവിനേക്കാൾ വലിയവൻ സത്യത്തിൽ ഉറച്ച മനസ്സായിരുന്നു എന്നതാണ്.